നമസ്കാരം. മേടമാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായ മാസമായി തന്നെ മാറും. സാമ്പത്തികം, കരിയർ, ജോലി, വിവാഹം, ദാമ്പത്യം എന്നിവ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവരുന്നതായ ഒരു സമയമാകുന്നു. മേടത്തിൽ ചില രാശിക്കാർ അഥവാ ചില നക്ഷത്രക്കാർ വളരെ ഭാഗ്യശാലികളാണ്. ഇവർക്ക് ഇരട്ടി ഫലം തന്നെ ജീവിതത്തിൽ വന്നു ചേരാം. പല രീതിയിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരായി തന്നെ ഇവർ ഈ മാസത്തിൽ മാറും. മേടമാസത്തിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം കൂടുതലായി തേടിയെത്തുക എന്നും സന്തോഷകരമായി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും പല വിധത്തിലും നേട്ടങ്ങൾ തേടിയെത്താം. പുത്തൻ നേട്ടങ്ങൾ തന്നെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. മുൻപ് നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അത്ഭുതകരം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ പല കാര്യങ്ങൾക്കും സ്വാധീനിക്കുന്ന സമയം കൂടിയാണ് ഇത്. പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. വ്യാഴത്തിന്റെ സ്വാധീനമാണ് ഇവരിൽ കൂടുതലായും ഈ മാറ്റങ്ങൾക്ക് കാരണമായി തീരുക. സാമ്പത്തിക സ്ഥിതി മികച്ചതാക്കി തീർക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം, സാമ്പത്തിക സ്ഥിതി മികച്ചതായി തീരുന്നതായ സാഹചര്യം, സന്തോഷകരമായ പല കാര്യങ്ങളും, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ കൂടുതലായും വന്ന് ചേരുന്നതായ സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആരോഗ്യ പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പലതിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുക. ഭാഗ്യം തുണയ്ക്കും. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യപകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും കരിയറുമായി ബന്ധപ്പെട്ടും പല വിധത്തിലും മാറ്റങ്ങൾ തേടിയെത്തുന്നതായ സമയമാണ്. പല കാര്യങ്ങളും അനുകൂലമായി തീരും. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. സ്ഥിരത, സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരും. ഏത് കാര്യത്തിലും സ്ഥിരത പുലർത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സാമ്പത്തിക പരാധീനതകൾ ഒഴിവാക്കുവാൻ സഹായകരമായ സഹായങ്ങൾ ലഭിക്കുകയോ പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയോ ചെയ്യാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രണയ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മാനസിക ആരോഗ്യം മികച്ചതായി തീരാം. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം വന്നു ചേരാം. എന്നാൽ പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. അതിൽ ആദ്യത്തേത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തേതായ കാര്യം, സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഏതൊരു കാര്യത്തിനും വാക്ക് പറയുമ്പോൾ, വാക്ക് നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. സാധിക്കുമോ എന്ന് നോക്കിയതിന് ശേഷം, ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യുക. സംസാരം അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ മാസം നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം.
കർക്കിടകക്കൂറുകാർക്ക് പ്രധാനമായും വളരെയധികം സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ്. മികച്ചു നിൽക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, അതിൽ സംശയം വേണ്ട. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഓർത്തിരിക്കുവാൻ സാധിക്കുന്നതായ നിമിഷങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സത്യമേത്, തെറ്റേത്, അല്ലെങ്കിൽ നുണ ഏത് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. പല വ്യക്തികളെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പരാധീനതകൾ തരണം ചെയ്യുവാനുള്ള വഴികൾ തെളിയാം. അത് പ്രധാനമായും സഹായമാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനമാകാം, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ധനമാകാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്, എന്നാൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനുള്ള യോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഈ സമയം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളെ കണ്ണടച്ച് വിശ്വസിക്കും. ആ വ്യക്തികൾ മൂലം നഷ്ടങ്ങൾ സംഭവിക്കാം. വിഷമങ്ങളോ തിരിച്ചടികളോ വന്നു ചേരാം. അതിനാൽ ഏതൊരു വ്യക്തിയുടെയും വാക്ക് കേൾക്കുന്നു എങ്കിൽ പോലും അത് നിങ്ങൾ വളരെയധികം ചിന്തിച്ചതിന് ശേഷം തീരുമാനം കൈക്കൊള്ളുക. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ചെലവുകൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും പല വിധത്തിലും പല കോണുകളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ, അഭിവൃദ്ധി വന്നു ചേരാം. കൈകളിലേക്ക് പണം വന്ന് ചേരുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പ്രധാനമായും കർമ്മ മേഖലയോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനമാകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനമാകാം, സഹായമാകാം, അപ്രതീക്ഷിതമായ ചില വ്യക്തികളിൽ നിന്നും ലഭിക്കുന്നതായ സഹായവുമാകാം. പല പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിടുന്നവരാണ് നിങ്ങൾ. ആ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെയെങ്കിലും അറുതിയാകുന്ന സമയമാണ് മേടമാസം. കൂടാതെ ജീവിതത്തിൽ മാറ്റങ്ങൾ, പലവിധ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. ഈശ്വരാനുഗ്രഹം പ്രകടമാകുന്നതായ ഒരു മാസം. പല കാര്യങ്ങളും, പല അപകടകരമായ കാര്യങ്ങളും അകന്നു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിദേശത്ത് താമസിക്കുന്നവർക്കും സാമ്പത്തികമായ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. ഭാഗ്യം തുണയ്ക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുകയും ചെയ്യാം. പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുമുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. പ്രധാനമായും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കാരണം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അശ്രദ്ധ പാടുള്ളതല്ല. ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. ഈ കാര്യങ്ങൾ പ്രധാനമായും ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രമാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതം മാറി മറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ സാധിക്കും. പല വിധത്തിലും മാറ്റങ്ങൾ കടന്നു വരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ അകലാം. കടബാധ്യതകൾ കൊണ്ട് പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഈ മാസം
ഒരല്പം കടബാധ്യതകളെങ്കിലും തീർക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തീർക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അല്പം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. പ്രതിസന്ധികൾ പലതുണ്ട് എങ്കിൽ പോലും അത് ക്രമേണ നിങ്ങൾക്ക് കുറഞ്ഞു വരാം, അല്ലെങ്കിൽ അത് തരണം ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല സംഭവിക്കുന്നത്, നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതിൽ മാറ്റങ്ങൾ ഒരു പരിധിവരെ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയോ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ധനപരമായോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളോ വന്നു ചേരാം. ജീവിതത്തിൽ സാമ്പത്തികപരമായ സുരക്ഷിതത്വം നിങ്ങൾക്ക് വന്നു ചേരും. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതല്ല മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയമാകുന്നു. ഈ സമയം വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ഭവിക്കുകയോ വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമാവുകയോ ചെയ്യാം. എന്നാൽ ഈ സമയം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്, അതുകൂടി മനസ്സിലാക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കാം. അവരുടെ വാക്കുകളിൽ നിങ്ങൾ വീണു പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് ആപത്തായി ഭവിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ധനപരമായ ചെലവുകൾ വർദ്ധിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ചെലവുകൾ പ്രധാനമായും നിയന്ത്രിക്കുവാൻ ശ്രമിക്കണം. സംസാരം അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിനയായി മാറാം. അതിനാൽ ആ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. പൊതുവിൽ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.